ഞാൻ ഇതിന്റെ ട്രാൻസ്ഫറിന്റെ പേരിൽ 3 പേരുടെ ജീവൻ നഷ്ടപ്പെട്ട കാര്യം ഞാൻ അറിഞ്ഞില്ല. നിങ്ങൾ വാർത്ത കൊടുത്തുകൊണ്ട് ജീവൻ നഷ്ടപ്പെടലാവില്ലല്ലോ. ഒരാൾ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന വാർത്ത ഞങ്ങൾ 18-ാം തീയതിയാണ് അധികാരത്തിൽ വരുന്നത്. 12-ാം തീയതി നടത്തിയ ട്രാൻസ്ഫറാണ്. 12-ാം തീയതി നടത്തിയ ട്രാൻസ്ഫറാണ്. 3 സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പ്രതികാര നടപടിയുടെ ഭാഗമായി ട്രാൻസ്ഫറിന്റെ ഭാഗമായി ജീവൻ നഷ്ടപ്പെട്ടു. അതിനെപ്പറ്റിയുള്ള വാർത്തകളുടെ താഴെ UDFന്റെ സൈബർ സെല്ല് പ്രചരിപ്പിച്ച ഒരു ക്യാപ്സ്യൂളാണെന്ന് മുഖ്യമന്ത്രി അതേപടി എടുത്ത് ഛർദ്ദിച്ചത്. പക്ഷേ സാധാരണ അദ്ദേഹത്തിന് അത് പറ്റുന്നതല്ല. പക്ഷേ വലിയൊരു അബദ്ധം പറ്റി. UDFുകാർ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് ഈ ട്രാൻസ്ഫർ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നടന്നതാണെന്നാണ്. പക്ഷേ മുഖ്യമന്ത്രി ആ ഡേറ്റും കൂടെ പറഞ്ഞു. മെയ് 12-നാണ് അത്ര ട്രാൻസ്ഫർ നടന്നത്. മെയ് 12-ന് ഇവിടെയുള്ള സർക്കാരെന്നായിരുന്നു. എന്നാണ് ഇലക്ഷൻ റിസൾട്ട് വന്നത്? മെയ് 4-ന് അല്ലേ? ഈ മെയ് 4-ന് ഇലക്ഷൻ റിസൾട്ട് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല ചാനലുകളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഇവരുടെ സ്ഥലമാറ്റ നടപടികൾ തുടങ്ങി. കോൺഗ്രസിന്റെ ലെറ്റർ ഹെഡിൽ സ്ഥലമാറ്റത്തിനുള്ള അപേക്ഷകൾ പല സ്ഥലത്തേക്കും കൊടുക്കുന്നതിന്റെയൊക്കെ സ്ക്രീൻഷോട്ടുകൾ അവർ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മെയ് 4-ന് തുടങ്ങിയ സ്ഥലമാറ്റമാണ്. അതിന് ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതുമായിട്ടോ അല്ലെങ്കിൽ അന്ന് നടന്ന മുഖ്യമന്ത്രി ലഹളയുമായിട്ടോ ഒന്നും ബന്ധമില്ല. നിങ്ങൾ മുഖ്യമന്ത്രി ലഹള നടത്തുമ്പോൾ നിങ്ങളുടെ നേതാക്കളെ അണികൾ പരസ്പരം ചെറിവാരി അറിയുമ്പോൾ ഒരു സൈഡിൽ കൂടെ നിങ്ങൾ കൊടുത്ത ലൈസൻസ് വെച്ച് ഇവിടെ സ്ഥലമാറ്റ പ്രക്രിയ നടക്കുന്നുണ്ടായിരുന്നു. VD സതീശൻ വിഭാഗമാണോ, രമേശ് ചെന്നിത്തല വിഭാഗമാണോ, KC വേണുഗോപാൽ വിഭാഗമാണോ ആ സ്ഥലം മാറ്റിയത് എന്നുള്ളത് നാട്ടുകാരുടെ പ്രശ്നമല്ല, നിങ്ങളുടെ മാത്രം പ്രശ്നമാണ്. ഇനി ബാക്കി ഒരു കാര്യം കൂടെ അദ്ദേഹം പറഞ്ഞു കേൾക്കാം. ഈ ട്രാൻസ്ഫർ ഒന്നും കേരളത്തിൽ ആദ്യമായിട്ട് നടക്കുന്നതല്ല. ക്രൂരമായ തരത്തിലുള്ള ട്രാൻസ്ഫറാണ് LDF ഗവൺമെന്റിന്റെ കാലത്ത് 10 കൊല്ലക്കാലം നടന്നത്. സർക്കാരിന്റെ സമയത്ത് ഇതേപോലെ 10 വർഷം ഭരിച്ചല്ലോ. ഇതേപോലെ സ്ഥലം മാറ്റത്തിന്റെ പേരിൽ ആരെങ്കിലും ആത്മഹത്യ ചെയ്യേണ്ടതോ അല്ലെങ്കിൽ കുഴഞ്ഞു വീണ് മരിക്കേണ്ടതോ ഒക്കെ ആയിട്ടുള്ള അവസ്ഥ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അന്ന് ഇവിടുത്തെ പ്രതിപക്ഷം എവിടെയായിരുന്നു? ആവശ്യമുള്ള കാര്യത്തിനും ഇല്ലാത്ത കാര്യത്തിനും മുഴുവൻ ഇവിടെ സമരം ചെയ്തിട്ടുള്ള വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തിയിട്ടുള്ള പ്രതിപക്ഷമാണല്ലോ. അന്ന് ഇവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് അതിനെപ്പറ്റി ഒരു വാക്ക് പറയാതിരുന്നത്? എന്ത് വിഷയം ഉണ്ടെങ്കിലും കഴിഞ്ഞ സർക്കാരിനെ പിണറായി വിജയനെ കുറ്റം പറഞ്ഞ് രക്ഷപ്പെടാമെന്നാണ് VD സതീശൻ കരുതുന്നത്. നരേന്ദ്രമോദിക്ക് പഠിക്കലാണ്. നരേന്ദ്രമോദി ഇപ്പോഴും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ചുപോയ നെഹ്റുവിനെ കുറ്റം പറഞ്ഞാണ് തടിതപ്പി പോകുന്നത്. ഇവിടെ അനിയൻ അതേ മാതൃക കടമെടുക്കുകയാണ്. പിന്നെ ഇതിന്റെയൊക്കെ അപ്പുറത്തേക്ക് ഇതൊക്കെ പറയുമ്പോൾ ഇയാളുടെ ആറ്റിറ്റ്യൂഡ് ശ്രദ്ധിക്കണം. ഒരു പുച്ഛഭാവം, പരിഹാസം. ഒരാൾ മരിച്ചതിനെ പറ്റിയാണ് പറയുന്നത്. ആ മരിച്ചു എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയൊക്കെ വിട്. ഒരു മനുഷ്യന് വേറൊരു മനുഷ്യൻ മരിച്ചു എന്ന് പറയുമ്പോൾ അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ഓത്തുണ്ടാകുന്ന ഒരു വികാരം ഉണ്ടല്ലോ. ഇത് ഈ കാര്യത്തിൽ മാത്രമല്ല. കഴിഞ്ഞ ദിവസം കടലിൽ പോയി ഇവരുടെ അനാസ്ഥ മൂലം ഇതേ മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ എടുത്ത് കറങ്ങാൻ പോയപ്പോൾ അവിടെ കടലിലെ ആളുകൾ മുങ്ങി താഴെയായിരുന്നു. അവിടെ രക്ഷാപ്രവർത്തനം നടന്നില്ല. 12-14 നോട്ടിക്കൽ മൈൽ ദൂരെ കാണാതായ ആളെ തെരഞ്ഞത് 3 നോട്ടിക്കൽ മൈൽ അപ്പുറത്താണ്. അതിനെപ്പറ്റി ചോദ്യം ഉയർന്നപ്പോൾ ഇദ്ദേഹം ഒരു വേദിയിൽ പ്രസംഗിക്കുന്നുണ്ട്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് എന്നിട്ടൊരു കള്ളച്ചിരിയോട് കൂടിയിട്ടാണ്, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഇത്ര പേര് മരണപ്പെട്ടു, ഞങ്ങൾ വന്നിട്ട് ഇത്ര പേരെ മരിച്ചിട്ടുള്ളൂ, അത് ഞങ്ങളൊരു ക്രെഡിറ്റ് ആണെന്ന നിലയ്ക്കാണ്. ഈ നീലക്കുയിലും പച്ചക്കുയിലും പോലുള്ള ഓൺലൈൻ മീഡിയക്കാരിട്ട് തരുന്ന സെറ്റ് അനുസരിച്ച് അഭിനയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പൂക്കി ചിരിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഈ മനുഷ്യത്വം എന്ന് പറയുന്ന സംഗതി മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് വരണം.